ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമുക്കറിയാം നീറ്റ് 2025 അപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ എക്സാം ഡേറ്റും അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിടെ ഹാർഡ് വർക്ക് ടു സക്സസ് ആവാൻ വേണ്ടി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ അപ്ലിക്കേഷന്റെ ഡീറ്റെയിൽസ് ആണ് പറയാൻ പോകുന്നത്. അതായത് നമ്മൾ അപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് വെക്കണം, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പറയുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പൊ നമ്മളുടെ എക്സാം ഡേറ്റ് മെയ് 4 മെയ് 4 ഇനി ഒത്തിരി ദൂരമൊന്നുമില്ല. അപ്പൊ നമ്മളിപ്പോ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് റിവൈസ് ചെയ്യാനുള്ള സമയമൊക്കെയാണ് ഉള്ളത്. വളരെ പ്ലാൻ ചെയ്ത് റിവൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഫെബ്രുവരി 7 മുതൽ മാർച്ച് 7 വരെയാണ്. മാർച്ച് 7 അതായത് 11:50 നമ്മൾ പണം വരെ, അതായത് നമുക്ക് അവിടെ പേയ്മെന്റ് ഉണ്ട്, ഓരോരോ കാറ്റഗറിക്ക് ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുവരെ നമ്മൾ അടച്ച് കഴിയണം 11:50. അപ്പൊ നിങ്ങൾ ഒരു മാർച്ച് 7 നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു സമയം തന്നെ അപ്ലൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ വർഷം വരെ അപ്ലിക്കേഷൻ നമ്പർ കുറച്ചും കൂടി മുന്നേ ആണെങ്കിൽ പ്രിഫറൻസും ഉണ്ടായിരുന്നു. നമ്മൾ അതായത് ടൈ വരുന്ന സമയത്ത് ടൈ ബ്രേക്കർ ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു മാനദണ്ഡം ഇതായിരുന്നു. അപ്പൊ നിങ്ങൾ അതുപോലെ ഈ വർഷം പക്ഷെ അത് ഫോളോ ചെയ്യുന്നില്ല. എന്നിരുന്നാൽ പോലും നിങ്ങൾ ഒത്തിരി എന്താ പറയുക ലേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ട. നിങ്ങൾ എന്തായാലും ഈ വർഷം ഡീറ്റെയിൽ ഓർപ്പിച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ തന്നെ അപ്ലൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ നോക്കാൻ പോകുന്ന എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്നാണ്. അപ്പം എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പോഴേ എല്ലാ ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഒരു ഫയൽ ചെയ്ത് വെക്കുക. കാരണം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ എടിപിടി പോയി അപ്ലൈ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ മറന്നു പോകും. അപ്പോൾ അത് നമുക്കൊരു ബുദ്ധിമുട്ടായി മാറും. പിന്നെ അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇത് കുറെ സാധനങ്ങൾ നമ്മൾ സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണം. അപ്പൊ നമ്മുടെ വീട്ടിൽ സ്കാനറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് അപ്ലോഡ് ചെയ്യാം. അതുപോലെ തന്നെ കുറച്ചും കൂടി നല്ലത് കഫേയിലൊക്കെ ആയിരിക്കും. കാരണം ഇത് ഓൾറെഡി ചെയ്ത് പരിചയമുള്ള ആളാകുമ്പോൾ ഈ എറേഴ്സ് ഭയങ്കര കുറവായിരിക്കും. ഈ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത് മേ ബി എന്തെങ്കിലുമൊക്കെ എറർ സംഭവിക്കാം. അത് നമുക്ക് ഹോൾ ടിക്കറ്റിന് വേണ്ടി ബാധിക്കും. അതുകൊണ്ട് ചെയ്യാൻ അറിയെങ്കിൽ മാത്രം ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇരിക്കുക. ഇല്ലെങ്കിൽ അറിയാവുന്ന ആരെങ്കിലും കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം നോക്കാം. നമുക്ക് ആദ്യം വേണ്ടത് 10th സർട്ടിഫിക്കറ്റ് ആണ്. ഇത് നമ്മൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. രണ്ടാമത്തത് വേണ്ടത് നമ്മുടെ ID പ്രൂഫ് ആണ്. നമ്മളെ ഫോട്ടോ അതിൽ ഉള്ള ഒരു ID പ്രൂഫ്, ആധാറോ പാൻ കാർഡോ പാസ്പോർട്ടോ എന്ത് വേണമെങ്കിലാവാം. എനിക്ക് തോന്നുന്നു മെജോറിറ്റി ആളുകളും ആധാർ പ്രിഫർ ചെയ്യും. പക്ഷെ ഈ ആധാറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ആധാർ നമ്മൾ ഫോണുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കണം. പിന്നെ കാരണം വെച്ചാൽ നമുക്ക് OTP കാര്യങ്ങളൊക്കെ നമ്മൾ ഫോണിലാട്ടോ വരിക. അപ്പം നമ്മളിപ്പം നീറ്റ് എന്നല്ല, ഏതൊരു സാധനം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ഫോൺ നമ്പർ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിന്റെ നമ്പർ കൊടുക്കുക. കാരണം OTP ഒക്കെ വരുന്നത് നമ്മുടെ കയ്യിലുള്ള ഫോണിന്റെ നമ്പർ കൊടുക്കുക. അല്ലാതെ നമ്മളിപ്പം വീട്ടിലുള്ള ഒരു ഫോൺ നമ്മളിപ്പോ ഒരു കഫേയിൽ പോയി അപ്ലൈ ചെയ്യുന്ന സമയത്ത് മേ ബി OTP നമുക്ക് 15 സെക്കൻഡ് കൊണ്ട് നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഫോണിന്റെ നമ്പർ കൊടുത്ത് അതിലായിരിക്കും നമ്മൾ OTPയും കാര്യങ്ങളൊക്കെ വരിക. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ID പ്രൂഫ് തന്നെയാണ് നമ്മൾ വൺസ് എക്സാം ഹോളിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊണ്ടുപോകേണ്ടത്. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഫോട്ടോ ആണ്. പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം, പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ വേണം. അപ്പം രണ്ടും സെയിം ഫോട്ടോ എടുക്കുക. അതിൽ എല്ലാവർക്കും കുറെ കൺസേൺസ് ഉണ്ടാവും. നമ്മൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വേണോ, നെയിമും ഡേറ്റും വേണോ, പിന്നെ മഫ്ത് ഇട്ട ഫോട്ടോ ആണ്, സോ ചെവി കാണുന്നില്ല, ഇത്തരത്തിലുള്ള കുറെ കൺസേൺസ് ഉണ്ടാവും. ആക്ച്വലി അവർ ഉദ്ദേശിക്കുന്നത് നമ്മൾ വൃത്തിയിലും വെടുപ്പിലും കാണുന്ന ഒരു ഫോട്ടോ എന്നാണ്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആവുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടി എവിഡന്റ് ആയിട്ട് കാണും. പക്ഷെ അതിലൊന്നും ഭയങ്കര എന്താ പറയുക ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏത് ഫോട്ടോ ആയാലും നമുക്ക് അപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഫോട്ടോയിലൊന്നും ഭയങ്കര എന്താ പറയുക കൺസേൺ ആവേണ്ട ഒരു ആവശ്യം എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ രണ്ട്, നമ്മളെ മുഖം ഏറെക്കുറെ ചില മഫ്ത് ഇടുമ്പോൾ ഇങ്ങനെ കാണത്തുള്ളൂ ചില. അപ്പം അങ്ങനത്തെ ഫോട്ടോ ഒക്കെ കഴിവതും ഒഴിവാക്കുക. മുടി ഫ്രണ്ടിലോട്ട് വലിയ രീതിയിൽ വരുന്ന രീതിയിലൊക്കെയുള്ള ഫോട്ടോ ആണെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കുക. ചെവി കാണണം എന്ന് വലിയ നിർബന്ധമൊന്നുമില്ല, എന്നാൽ പോലും അങ്ങനത്തെ ഒരു ഫോട്ടോ ആണെങ്കിൽ നല്ലത്. അടുത്തത് നെയിമും ഡേറ്റും ആണ്. നെയിമും ഡേറ്റും വേണമെന്ന് വെച്ചാൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഉണ്ടെങ്കിലും നല്ലതാണ്. കാരണം നമ്മൾ ചില സമയത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പണ്ടെങ്ങാനുള്ള ഫോട്ടോ ഒക്കെ നമ്മൾ എടുത്തോണ്ടോന്ന് അപ്ലൈ ചെയ്യും. ഞാൻ അങ്ങനെ ഏതൊക്കെ ഒരു എക്സാം ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് നല്ലതല്ല. നമ്മൾ റീസെന്റ് ആയിട്ടുള്ള ഫോട്ടോ ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം കാരണം അതാണ്. അപ്പം അവർക്ക് കുറച്ചും കൂടി അവർക്കും മനസ്സിലാവും നമ്മൾ റീസെന്റ് എടുത്ത ഫോട്ടോ ആണെന്ന്. അതിനാൽ ഡേറ്റ് കുറച്ചും കൂടി നല്ലതെന്ന് പറയുന്നത്. അല്ലാതെ ഡേറ്റ് ഉണ്ടെങ്കിൽ ഡേറ്റ് ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. നിങ്ങൾ കയ്യിൽ ഡേറ്റ് ഉള്ളതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ച് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. സെയിം ഫോട്ടോന്റെ ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ എടുക്കുക. അത് നമുക്ക് ഇപ്പൊ അല്ല ആവശ്യം, നമുക്ക് നീറ്റിന്റെ ഹോൾ ടിക്കറ്റ് കിട്ടുമ്പോൾ അവിടെ പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ രണ്ട് ഫോട്ടോ സെയിം ആവാൻ ശ്രമിക്കും. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് സിഗ്നേച്ചർ ആണ്. അത് നമ്മൾ സ്കാൻ ചെയ്ത് അത് അപ്ലോഡ് ചെയ്യണം. അതായത് ഒരു പേപ്പറിൽ നമ്മൾ സിഗ്നേച്ചർ എടുത്ത് അത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. സെയിം സിഗ്നേച്ചർ തന്നെ നമുക്ക് വൺസ് ഹോൾ ടിക്കറ്റ് കിട്ടുന്ന സമയത്ത് നമ്മൾ അതിലും ഇടണം. രണ്ടും വെവ്വേറെ സിഗ്നേച്ചർ ആവാൻ പാടില്ല. പിന്നെ വരുന്നത് ഫിംഗർ ഇംപ്രഷൻ ആണ്. അതായത് ഞാനൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തമ്പ് ഇംപ്രഷൻ മതിയായിരുന്നു. ഇപ്പൊ അതല്ല, ഇപ്പൊ 10 ഫിംഗേഴ്സും നമ്മൾ
അവിടെ നമ്മൾ ഇംപ്രഷൻ ചെയ്ത് കൊടുക്കണം. അത് എന്നിട്ട് സ്കാൻ ചെയ്യണം. അതായത് നിങ്ങൾ ഒരു പേപ്പറിൽ നമ്മൾ എല്ലാ വിരലിന്റെയും നമ്മൾ ഇങ്ങനെ ഇംപ്രഷൻ കൊടുക്കണം. അപ്പം ഇതുമാണ് നമ്മൾ സ്കാൻ ചെയ്ത് അയക്കുന്നത്. പിന്നെ ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് PWD ആളുകൾക്ക്, അതായത് എന്തെങ്കിലും ഡിസബിലിറ്റി ഉള്ള ആളുകളാണെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും നമ്മൾ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അടുത്തതെന്ന് പറയുന്നത് നമ്മൾ 2 മെയിൽ ID 2 ഫോൺ നമ്പർ നമ്മൾ കൊടുക്കണം. അപ്പോൾ 2 നമ്മൾ റീസെന്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെയിൽ ID ഫോൺ നമ്പറും കൊടുക്കുക. കാരണം അതിലാണ് OTP ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നത്. സോ നമ്മൾ റീസെന്റ് യൂസ് ചെയ്തിട്ടുള്ള 2 മെയിൽ ID 2 ഫോൺ നമ്പർ നമ്മൾ കൊടുക്കണം. പിന്നെ ഉള്ളത് പേയ്മെന്റ് മെത്തേഡ് ആണ്. ആക്ച്വലി പേയ്മെന്റ് എന്ന് പറയുന്നത് ഡിഫറെന്റ് കാറ്റഗറിക്ക് ഡിഫറെന്റ് പൈസയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതായത് നമ്മൾ ജനറൽ ആണെങ്കിൽ 1700, ഇനി അത് EWS അല്ലെങ്കിൽ OBC ഒക്കെ ആണെങ്കിൽ കാറ്റഗറി പെടുന്ന ആളുകളാണെങ്കിൽ 1600, ഇനി SC ST PWD അല്ലെങ്കിൽ തേർഡ് ജെൻഡർ ഒക്കെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ 1000 ആണ് നമ്മളുടെ അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത്. ഇനി ഇത് ഏത് മെത്തേഡിലാണെങ്കിൽ നമുക്ക് എല്ലാ മെത്തേഡിലും നമുക്ക് ഇത് അടയ്ക്കാൻ പറ്റും. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ UPI പേയ്മെന്റ്, അങ്ങനെ ഏത് പേയ്മെന്റ് വഴി നമുക്ക് ഈ ഒരു അപ്ലിക്കേഷൻ ഫീസ് നമുക്ക് അടയ്ക്കാൻ വേണ്ടി പറ്റും. പിന്നെയുള്ള ഒരു കാര്യം നമ്മുടെ കാറ്റഗറി, നാഷണാലിറ്റി, പെർമനന്റ് അഡ്രസ്സ് കൊടുക്കുക എന്നുള്ളതാണ്. കാറ്റഗറി കൊടുക്കുന്ന സമയത്ത് സൂക്ഷിച്ചു കൊടുക്കുക. കാരണം കഴിഞ്ഞ വർഷം ഒരു കുട്ടി എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ആ കുട്ടി റിസർവേഷൻ കാറ്റഗറിയിൽ പെടുന്നതായിരുന്നു, പക്ഷെ ബൈ മിസ്റ്റേക്ക് കാറ്റഗറി മാറിപ്പോയി. സോ കൊച്ചിന്റെ റിസർവേഷൻ കംപ്ലീറ്റ്ലി പോയി. അപ്പം കാറ്റഗറി കൊടുക്കുന്ന സമയത്ത് നോക്കിയും കണ്ടും മാത്രം കൊടുക്കുക. അതായത് കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തുക. രണ്ടാമത് നമ്മള് നാഷണാലിറ്റി ആണ്, പിന്നെ നമ്മൾ പെർമനന്റ് അഡ്രസ് ആണ്. ഇത് 3 നമ്മൾ കൊടുക്കണം. ഇതൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ പ്രീ സെറ്റ് ചെയ്ത് വെക്കുക. ഇതിൽ നമ്മൾ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാം. രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മുടെ രജിസ്ട്രേഷൻ വൺസ് നമ്മുടെ പോർട്ടൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ തന്നെ അപ്ലോഡ് ചെയ്യണം. പിന്നെ പേയ്മെന്റ് കൊടുക്കണം. ഇത് 4 സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അപ്പം വൺസ് പേയ്മെന്റ് കൊടുത്താൽ നമ്മളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യും. അപ്പം ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. സിമ്പിൾ ആണ്, പക്ഷെ കുറച്ചും കൂടി അറിയുന്ന ആളെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടി ശ്രമിക്കാം. കാരണം എറേഴ്സ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളോട് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റൈഡ് കൊടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.